ഹലോ ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് 5 ഇയർ പ്ലാൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. എന്തൊക്കെയാണ് 5 ഇയർ പ്ലാൻസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു, ടാർഗറ്റ് എന്തൊക്കെയായിരുന്നു, അച്ചീവ് ചെയ്ത ടാർഗറ്റ് ഏതൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതെന്നും അതിൻ്റെ ആൻസേഴ്സും എക്സ്പ്ലനേഷനും ആണ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, 5 ഇയർ പ്ലാൻസ് ഇൻ ഇന്ത്യ വർ ഇൻസ്പയർഡ് ഫ്രം. ഇന്ത്യയിൽ 5 ഇയർ പ്ലാൻ ഇൻസ്പയർ ചെയ്തേക്കുന്നത് USSR എന്നാണ്. ഓക്കെ, സോവിയറ്റ് യൂണിയൻ എന്നാണ് ഇത് ഇൻസ്പയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വൺ, 5 ഇയർ പ്ലാൻസ് ഇൻ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് 1951. 5 ഇയർ പ്ലാൻ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യണത് 1951. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷനാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ എപ്പോഴാണ് സെറ്റപ്പ് ചെയ്തത്? അത് 1950 മാർച്ച് 1950 പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ 5 ഇയർ പ്ലാൻ ലോഞ്ച് ചെയ്യണത് 1951. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ടായിരുന്ന പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആദ്യമുള്ള ചെയർമാൻ. സോ ഹു വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ? ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. ദ ഫൈനൽ അപ്രൂവൽ ഓഫ് 5 ഇയർ പ്ലാൻസ് ഇസ് ഗിവൺ ബൈ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അഥവാ NDC ആണ് അപ്രൂവൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, so NDC gives final approval for after planning commission draft the plan. So planning commission ആണ് ഒബ്ജക്റ്റീവ്സ് എല്ലാം വെച്ചിട്ട് ഇത് ഡ്രാഫ്റ്റ് ചെയ്യണത്. അതിനുശേഷം NDC ആണത് ഫൈനലൈസ് ചെയ്യുന്നത്. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എപ്പോഴാണ് ഫോം ചെയ്തതെന്നാണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്. അത് 1938 തന്നെയാണ് ഫോം ചെയ്തത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ അണ്ടറിൽ തന്നെയാണ്, ഇൻഡിപെൻഡൻസിന് മുമ്പായിരുന്നു നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ഓർ കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോംബെ പ്ലാൻ വാസ് പ്രിപ്പയർഡ് ബൈ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള ടാറ്റ ആൻഡ് ബിർളയാണ് ബോംബെ പ്ലാൻ വന്നിട്ട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വിച്ച് 5 ഇയർ പ്ലാൻ ഫോക്കസ്ഡ് ഓൺ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്? ഏറ്റവും ആദ്യത്തെ 5 ഇയർ പ്ലാൻ ആയിട്ടുള്ള ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണ്, ഫസ്റ്റ് പ്ലാൻ ആണ് അഗ്രികൾച്ചർ പ്രയോറിറ്റി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ, ഫസ്റ്റ് പ്ലാൻ. സെക്കൻഡ് പ്ലാനിൻ്റെ മോഡൽ വന്നിട്ട് മഹലാനോബിസ് മോഡലായിരുന്നു. നെക്സ്റ്റ് വൺ, ദ പീരീഡ് ഓഫ് ദ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1951. അപ്പോൾ 5 വർഷം എന്ന് പറയുമ്പോൾ 1951 തൊട്ട് 1956 വരെയുള്ള ടൈം പീരീഡ് ആയിരുന്നു ആദ്യത്തെ ഫസ്റ്റ് ഇയർ പ്ലാൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ദ തേർഡ് 5 ഇയർ പ്ലാൻ വാസ് എഫക്റ്റഡ് ഡ്യൂ ടു. തേർഡ് 5 ഇയർ പ്ലാനിൽ ഒരു ക്രൈസിസ് വരാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് വാറാണ്. ഇൻഡോ ചൈന ആൻഡ് ഇൻഡോ പാക് വാർ കാരണമാണ് ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇറ്റ് വാസ് വാർസ്. പ്ലാൻ ഹോളിഡേ വരുന്നതും ഏത് സമയത്താണ്? പ്ലാൻ ഹോളിഡേ ഇൻ ഇന്ത്യ റെഫേഴ്സ് ടു ദ പീരീഡ്. ഏത് പീരീഡിലാണുള്ളത്? 5 ഇയർ പ്ലാനിൽ വരുന്നതല്ല, ഒരു 2 വർഷം, ഒരു 2-2.5 വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പാണ് ഹോളിഡേ പ്ലാൻ എന്ന് പറഞ്ഞിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇറ്റ് വാസ് ആക്ച്വലി 1966 to 69. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ വാസ്. ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ ഗരീബി ഹട്ടാവോ, റിമൂവിങ് പോവർട്ടി ഇറാഡിക്കേഷൻ ആണ് കംപ്ലീറ്റ് ആയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫിഫ്ത്ത്, വിച്ച് 5 ഇയർ പ്ലാൻ എംഫസൈസ്ഡ് സെൽഫ് റിലയൻസ്? മോഡേണൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നമുക്ക് സ്വയം പര്യാപ്തത നിലനിർത്താൻ വേണ്ടിയിട്ടും ഉണ്ടായിരുന്ന പ്ലാനാണ് ഏതാണ്? സിക്സ്ത് പ്ലാൻ, ആറാമതുണ്ടായ 5 ഇയർ പ്ലാൻ. IRDP വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ, അത് സെയിം പ്ലാനിൽ തന്നെ, സിക്സ്ത്തിൽ തന്നെയാണ് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. IRDP കൊണ്ടുവന്നതും സിക്സ്ത് പ്ലാനിൽ തന്നെയാണ്. പോവേർട്ടി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് റൂറൽ ഏരിയാസിൽ എഡ്യൂക്കേഷൻ്റെ പ്രശ്നങ്ങളും അതേപോലെ ഡെവലപ്മെൻറ്റ് തീരെ ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ IRDP കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ജവഹർ റോസ്ഗാർ യോജന വാസ് ലോഞ്ച് ഡ്യൂറിങ് 7th പ്ലാൻ. ഓക്കെ, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ സ്കീം, ജോലി സാധ്യതകൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീമായിരുന്നു ജവഹർലാൽ റോസ്ഗർ യോജന. സോ 7th പ്ലാനിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 8th പ്ലാനിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഏതായിരുന്നു? 1992 to 1997. ഇൻക്ലൂസീവ് ഗ്രോത്ത് കൊണ്ടുവന്നത് അവസാനത്തോട്ട് വരുമ്പോഴാണ്, വിച്ച് ഈസ് ഇൻ 11th പ്ലാൻ. ഓക്കെ, ഇൻക്ലൂസീവ്നെസ് കൊണ്ടുവരുന്നത് 11th പ്ലാനിലായിരുന്നു. അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2007 തൊട്ട് 2012 വരെ ആയിരുന്നു, 2007 to 2012. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് 12th 5 ഇയർ പ്ലാൻ. 12th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നതാണ് അവസാനത്തെ 5 ഇയർ പ്ലാൻ. ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിരുന്നു 12ാമത്തെ 5 ഇയർ പ്ലാനിൻ്റെ ഒബ്ജക്റ്റീവ്, എയിം എന്ന് പറയുന്നത്. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് 5 ഇയർ പ്ലാൻസ് എത്ര എണ്ണമായിരുന്നു? 12 എണ്ണമാണ് ടോട്ടലായിട്ടുള്ളത്.
ഓക്കെ. പിന്നീട് പ്ലാനിംഗ് കമ്മീഷനെ മാറ്റുകയാണ് ചെയ്തത്. പ്ലാനിംഗ് കമ്മീഷൻ മാറിയിട്ട് അത് നീതി ആയോഗായിട്ട് മാറി. സോ ദ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ വാസ് സെറ്റപ്പ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. 1952 നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ വന്നിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മഹാലാനോബിസിൻ്റെ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും വരുന്നുണ്ട്. സോ അത് സെക്കൻഡ് പ്ലാനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്ലി മാച്ച്ഡ്? 5th പ്ലാൻ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇൻക്ലൂസീവ് ഗ്രോത്ത് അവസാനത്തോട് അടുക്കുമ്പോഴാണ്, അപ്പോൾ 5th എന്തായാലും വരില്ല. 9th പ്ലാൻ ഗ്രോത്ത് വിത്ത് ഇക്വാലിറ്റി. 11th പ്ലാൻ സെൽഫ് റിലയൻസ്. 12th പ്ലാൻ പോവർട്ടി റാഡിക്കേഷൻ. പോവർട്ടി റാഡിക്കേഷൻ ആദ്യം 10-നകത്തുള്ള ഇതിലാണ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 5th പോവർട്ടി റിമൂവൽ വരുന്നത്. 11th ആക്ച്വലി ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. 12th ആണ് സസ്റ്റൈനബിൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് വരുന്നത്. സോ 9th പ്ലാനും ആയിരുന്നു ഗ്രോത്ത് വിത്ത് ഇക്വാലിറ്റി, ജെൻഡർ ഇക്വാലിറ്റി എല്ലാം കൊണ്ടുവന്നിരുന്നത് 9ാമത്തെ 5-year പ്ലാനിലായിരുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് 5-year പ്ലാനിൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ 5-year പ്ലാനിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യനിൽ വരുന്ന കോൺസെപ്റ്റ് എല്ലാം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. 5-year പ്ലാനിൻ്റെ കോൺസെപ്റ്റിലുള്ള ക്ലാസ് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കാം. കമൻറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത്രയും തന്നെയാണ് പോർഷൻസ് ചോദിക്കുന്നത്. സോ മിനിമം ഒരു 1-2 ക്വസ്റ്റ്യൻസ് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. നമുക്കത് ഉറപ്പിച്ച് പറയാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു പ്ലാൻസ് മാത്രം 12 5-year പ്ലാനുകൾ മാത്രം നമ്മൾ പഠിച്ചാൽ തന്നെ നമുക്ക് ആ 2 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. അത് മിനിമം ആണ് പറയുന്നത്. മിനിമം എന്തായാലും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നാണ് പറയണത്. മാക്സിമം എത്ര വേണമെങ്കിലും ആവാമല്ലോ. സോ ഈ ഒരു കോൺസെപ്റ്റ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇയറിൻ്റെ ബേസിൽ ക്വസ്റ്റ്യൻസ് വരാം. അതേപോലെ തന്നെ 2ാമത്തെ 5-year പ്ലാനും 11ഉം 12ാമത്തെ 5-year പ്ലാൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് റിവൈസ് ചെയ്ത് നോക്കി നോക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. ഇതുവരെ ജോയിൻ ചെയ്യാത്തവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫുൾ PDF ഞാൻ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ 5-year പ്ലാൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻസും അവിടെ തന്നെ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്ന നിങ്ങളുടെ ടൈമിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും അത് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇന്നാണ് മോക്ക് ടെസ്റ്റിൻ്റെ ഡോക്യുമെൻറ്റ് ക്വസ്റ്റ്യൻ ഇടുന്നതെന്നുണ്ടെങ്കിൽ നാളെ ആയിരിക്കും ഞാൻ അതിൻ്റെ ആൻസേഴ്സ് ഇടുന്നുണ്ടാവുക. അപ്പോൾ വിത്തിൻ 1 day നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.